വിപ്ര ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. മലപ്പുറം അമരമ്പലത്ത് പുലിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ വീട്ടമ്മ. പൂക്കോട്ടുപാടം മൂച്ചിക്കലിലെ ജാനകിയാണ് ആക്രമിക്കപ്പെട്ടത്. ബന്ധുവായ പെൺകുട്ടിയുടെ കൂടെ പാടവരമ്പിൽ ഇരിക്കുമ്പോഴാണ് വൻ അലർച്ചയോടെ പുലി ജാനകിയെ ആക്രമിച്ചത്. ഉടൻ തന്നെ കയ്യിലുണ്ടായിരുന്ന തെങ്ങിൻ മടൽ കൊണ്ട് പുലിയെ അടിച്ചു നേരിട്ടതിനാൽ ഓടിപ്പോയെന്ന് ജാനകി പറഞ്ഞു. ജനവാസ മേഖലയിൽ പുലി ഇറങ്ങിയതിന്റെ അമ്പരപ്പിലാണ് നാട്ടുകാർ. പരിക്കേറ്റ ജാനകിയെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ നൽകി. അപകടനില തരണം ചെയ്തു. കോഴിക്കോട് മാലൂർ കുന്നിൽ സ്കൂട്ടർ താഴ്ചയിലേക്ക് മറിഞ്ഞ് അച്ഛനും മകളും മരിച്ചു. എരഞ്ഞിക്കൽ സ്വദേശി റാഫി, മകൾ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥി ഫാത്തിമ നഹ എന്നിവരാണ് മരിച്ചത്. ഇതിനു മുൻപും ഇതേ സ്ഥലത്ത് ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് സമീപവാസികൾ പറയുന്നു. ഒട്ടും സംരക്ഷണമില്ലാത്ത തരം സംരക്ഷണ ഭിത്തിയാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ചെങ്കുത്തായ ഇറക്കത്തിന് ശേഷം 15 അടിയോളം താഴ്ചയാണ് ഉള്ളത്. നാട്ടുകാർ അധികൃതരെ വേണ്ട വിധം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടും ഇതുവരെ പരിഹാരമൊന്നും ഉണ്ടായില്ല. തിരുവല്ല ബലാത്സംഗ കേസ്. ഗുണ്ടകളെത്തിയത് കൊട്ടേഷൻ എന്ന് പറഞ്ഞ് പിന്നിൽ സ്പാ തകർക്കാനുള്ള ശ്രമം. കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് 3:30-ക്കായിരുന്നു സംഭവം. ഗുണ്ടാപിരിവ് ചോദിച്ച് സ്പായിൽ എത്തിയതാണ് സുബിൻ അലക്സാണ്ടർ അടക്കം 6 പേർ. 50,000 രൂപ പിരിവ് ആവശ്യപ്പെട്ടു. ഇത് നൽകാനാവില്ല എന്ന് ജീവനക്കാരെ അറിയിച്ചതിന് പിന്നാലെ സുബിനും കൂട്ടാളികളും ജീവനക്കാരിയെ ക്രൂര ബലാത്സംഗത്തിന് ഇരയാക്കി. ഇതിന്റെ ദൃശ്യങ്ങളും മൊബൈലിൽ ചിത്രീകരിച്ചു. ഈ സമയം സ്പായിലെത്തിയ മറ്റൊരു യുവതിയെ ഭീഷണിപ്പെടുത്തുകയും പണം അപഹരിക്കുകയും ചെയ്തെന്ന് പോലീസ് പറഞ്ഞു. പ്രതികൾ സംഭവത്തിന് ശേഷം സ്പായിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. പ്രതി അലക്സാണ്ടർ സുബിനെ കുറ്റപ്പുഴയിലെ വീട്ടിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. സംഭവം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്നും പ്രതികൾ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി. രാജ്യത്തെ ആദ്യ അവയവമാറ്റ ആശുപത്രി പദ്ധതിക്ക് ഇന്ന് കോഴിക്കോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിടും. അവയവമാറ്റ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ആധുനിക സൗകര്യങ്ങളോടെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക, ചികിത്സാ ചെലവ് കുറയ്ക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യങ്ങൾ. 617 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതി കിഫ്ബി സഹായത്തോടെയാണ് നടപ്പിലാക്കുക. 8 നിലകളിലായാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. 500-ലധികം കിടക്കകൾ, ICU, ഡയാലിസിസ്, ഓപ്പറേഷൻ തിയേറ്റർ തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളും ഉണ്ടാകും. എല്ലാത്തരം അവയവമാറ്റ ശസ്ത്രക്രിയകളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യം. അണ്ടർ-19 ലോകകപ്പിൽ കിരീടം നേടി ഇന്ത്യൻ കൗമാരപ്പട. ഫൈനലിൽ ഇംഗ്ലണ്ടിനെ 100 റൺസിൽ പരാജയപ്പെടുത്തി ഇന്ത്യ. ഇന്ത്യ നേടിയ 411 റൺസ് മറികടക്കാൻ ഇംഗ്ലണ്ടിന് കഴിഞ്ഞില്ല. 80 ബോളിൽ 175 പോയിന്റ് നേടി 14-കാരനായ വൈഭവ് സൂര്യവംശി കളിയിൽ താരമായി. നിരവധി റെക്കോർഡുകളുടെ അകമ്പടിയോടെ കൂടിയാണ് വൈഭവിന്റെ ഈ സെഞ്ചുറി. ഇന്ത്യക്കിത് 6ാം കിരീടം. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റ്സിനായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ.